ശ്രീ ഖോറോയെ ഏറെ സ്നേഹപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചടങ്ങ് സംബന്ധിച്ച ഓപ്പണിംഗ് റിമാർക്കിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറി സംസാരിച്ചു. റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയുന്നത് മറ്റു എല്ലാ വകുപ്പുകളുടെ മാതാവായിട്ടാണ്. കാരണം നമ്മളുടെ ഒരു വകുപ്പാണ് ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെട്ട വകുപ്പുകളിലൊന്ന്. അതിനുശേഷം ഇന്നും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വകുപ്പുകളിലൊന്ന് റവന്യൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഭൂമിയുടെ പരിപാലനവും ഭൂമിയിൽ നിന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പല ഘട്ടത്തിലും മറ്റു വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഇതുമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചാർജ് എടുത്ത ഉടനെ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമായിരുന്നു, നമുക്ക് 14 ജില്ലകളിലുമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് കഴിയുന്നത്ര വേഗത്തിൽ, അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഓരോ ജില്ലകളിലായിട്ട് നമ്മൾ ഈ പ്രവർത്തനം തുടർന്നു പോകുന്നത്. അത് പകരം നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ 10 എണ്ണം ഉണ്ടെങ്കിൽ 9 എണ്ണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പും കൃത്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്ക് തൊട്ട് ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും മിനിസ്റ്ററോട് നേരിട്ടായിട്ട് കൂടി അവരുമായിട്ട് സംവദിക്കുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ തലങ്ങളിലുള്ള വിവിധ അഭിപ്രായങ്ങൾ റവന്യൂ വകുപ്പിന്റെ വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കിട്ടും. 2, നമുക്ക് എന്താണ് നടപ്പിലാക്കേണ്ടത്. കാസർഗോഡ് ജില്ലയിലാണ് ആദ്യ യോഗം കൂടിയത്. ഈ മാസം തീരുമ്പോഴത്തേക്കും 14 ജില്ലകളിലെ വിഷയത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ. നമ്മളിപ്പോൾ പറയുന്നു ഇതിന്റെ പട്ടയങ്ങൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞ്, കാരണം മിനിസ്റ്ററും ഞങ്ങളും എല്ലാം ജില്ലയിലും പോയി കളക്ടറേറ്റിലെല്ലാം കണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് അറിയില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് പട്ടയം കൊടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന് ഒറ്റ വാക്കിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡെപ്യൂട്ടി കളക്ടേഴ്സ്, അതുപോലെ തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, അതുപോലെ മറ്റ് ജീവനക്കാർ, സഹപ്രവർത്തകർ, ഇത്തരമൊരു യോഗം വിളിച്ച് ചേർത്തുമായി ബന്ധപ്പെട്ട ആമുഖത്തിൽ തന്നെ പ്രിയപ്പെട്ട സെക്രട്ടറിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. 14 ജില്ലകളിലും ജില്ലാതല അവലോകന യോഗങ്ങൾ ചേരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു യോഗം ഇവിടെ ചേരുന്നത്. ഇന്നലെ കാസർഗോഡായിരുന്നു ആദ്യ യോഗം. ഇന്ന് കണ്ണൂരും, ഇന്ന് കഴിഞ്ഞ നാളെ തിരുവനന്തപുരത്തും ഉൾപ്പെടെ ജൂലൈ മാസത്തോടു കൂടി തന്നെ നമ്മുടെ 14 ജില്ലാതല അവലോകന യോഗങ്ങളും തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സന്ദർഭങ്ങളിലും ജില്ലയിലുണ്ടാകുന്ന, സംസ്ഥാനത്തുണ്ടാകുന്ന ഏത് കാര്യങ്ങളിലും അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട വകുപ്പാണ് റവന്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ, വില്ലേജ് ഓഫീസർ തുടങ്ങി താലൂക്ക് ഓഫീസായാലും ജില്ലാ കേന്ദ്രമായാലും ഒട്ടനവധി കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തർ. റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും എന്ത് എന്നുള്ളത് സമൂഹം അറിയാറില്ല. പലപ്പോഴും പരാതികളും വിമർശനങ്ങളുമാണ് കൂടുതൽ കേൾക്കാറുള്ളത്. പക്ഷേ വിമർശിക്കുമ്പോൾ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ഓരോ വകുപ്പിൽ, ഒരു വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തം എത്ര വലുതാണ്, തഹസിൽദാരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങൾ എന്തുമാത്രമാണ് എന്നുള്ളതൊക്കെ ഈ വകുപ്പിനകത്തും ഇതുമായി ബന്ധപ്പെട്ടവർക്കും അറിയാം. പൊതുസമൂഹത്തിന് മുന്നിൽ പരാതികളും പരിഭവങ്ങളും ഏറ്റവും കൂടുതലുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്. നിയമങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വകുപ്പാണ് നമ്മുടെ വകുപ്പ്. ഏത് കാര്യങ്ങളും ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയും. അതല്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നത് ഉചിതമല്ല. പക്ഷെ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായ വേഗത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിറവേറ്റുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ല. എങ്കിലും ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിനകത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികൾ പുതിയതല്ല. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും കൂടി ഊർജിതപ്പെടുത്തി കൂടുതൽ ഒരു ടൈം ബൗണ്ടായി നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമുക്ക് ഗവൺമെന്റ് 540ഓളം പുതിയ കർമ്മ പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ റവന്യൂ വകുപ്പിൻ്റെ ഏതാണ്ട് നമ്മൾ 7 പദ്ധതികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിരന്തരമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഈ 100 ദിവസത്തെ
ഒരു പ്രോഗ്രാമിനിടയിൽ കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ വഴിയിൽ വെച്ച് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ചെയ്യേണ്ടതായ കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസേഴ്സും തുടങ്ങിയവരാണ്. ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ വരുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ അവിചാരിതമായി കടന്നു വരുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും നേതൃത്വം കൊടുക്കേണ്ടത് റവന്യൂ വകുപ്പ്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് പദ്ധതികളെ നമ്മൾ ഈ 100 ഡേയ്സ് പ്രോഗ്രാമിൽ വെച്ചിട്ടുള്ളൂ. അതും നമുക്ക് റുട്ടീനായി നടന്നു വരുന്ന കാര്യമാണ്. അതിലൊന്ന് നമ്മുടെ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ നമ്പർ അതിനകത്ത് അപേക്ഷകർ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഉണ്ടെന്നുള്ളത്. എല്ലാ അപേക്ഷകൾക്കും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കണം, അല്ലാതെ തീർപ്പാക്കി നമുക്കത് മാറ്റി നിർത്തണം. അല്ലാതെ 2.5 ലക്ഷം അപേക്ഷകൾ എഴുതി കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകുപ്പിനും അത് അഭികാമ്യമല്ല, നല്ലതല്ല. അപ്പൊ ഉള്ള ഒരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് 25,000 ലിമിറ്റ് ചെയ്തത്. 14 ജില്ലകളിലായിട്ട് 25,000-ഓളം തരംമാറ്റ അപേക്ഷകൾ പരിഹാരം ഉണ്ടാകണം. ഞാൻ അതിനകത്ത് പ്രത്യേകം ഒരു നിർദ്ദേശം നൽകിയത് പരമാവധി 5 സെന്റ് 10 സെന്റ് 15 സെന്റ് ഭൂമി ഇതൊരു തരംമാറ്റം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വീട് പോലും വെക്കാൻ കഴിയൂ എന്ന് ഉള്ള ആളുകളുണ്ട്. അത് ന്യായമായ കാര്യങ്ങളാണ്. കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളും വലിയ സൂപ്പർ മാളുകളും ഒക്കെ കെട്ടിപ്പൊക്കുന്നതിന് പകരം 5 സെന്റ് ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ച് ആ വീട് വെക്കാനുള്ള ശ്രമത്തിനിടയിൽ ഭൂമി തരം മാറ്റി കിട്ടാത്തതിന്റെ പേരിൽ അത് നടക്കാതെ പോകുന്ന കാര്യങ്ങളോട് നമുക്കൊരു അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകും. അതുകൊണ്ട് 25,000 മതി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മിനിമത്തിൽ നിൽക്കുന്നതിന് പകരം കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൂടുതൽ ഓരോ വില്ലേജിലും അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ നമ്പർ അല്പം കൂട്ടാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു നല്ല വർക്കായിട്ട് ഗവൺമെന്റ് കാണും. കാരണം ഇത്തരം കാര്യങ്ങളിൽ അപേക്ഷകൾ നമുക്ക് 25,000 പറഞ്ഞ് നമുക്കൊരു 30,000-40,000 എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെ ആയിരിക്കും. പട്ടയത്തിന്റെ കാര്യത്തിലും ഇന്നലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. നിലവിലുള്ള പട്ടയത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചത് തന്നെ കുറേയേറെ ഇവിടെയുണ്ട്. കുറെ കൂടി പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു വർഷക്കാലത്തെ കാര്യങ്ങൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പട്ടയത്തിന്റെ കാര്യത്തിൽ പാവപ്പെട്ട ആളുകളോട് നമുക്ക് അവരുടെ പട്ടയങ്ങളുടെ കാര്യത്തിൽ 10-9 വർഷമായി താമസിക്കുന്ന ആളുകൾ 10 സെന്റ് 5 സെന്റിന് പട്ടയം കിട്ടാതെ എത്രയോ ആളുകൾ. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ എൻ്റെ അടുത്ത് പറഞ്ഞു, SC/ST പട്ടയങ്ങൾ നമുക്ക് 1 ഇയർ 1 വർഷം കൊണ്ട് നമുക്ക് പരമാവധി കൊടുക്കാം, പ്രത്യേകിച്ച് കോളനികളിലുള്ള പട്ടയങ്ങളിൽ കൊടുക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോടൊന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, മത്സ്യത്തൊഴിലാളി മേഖലയിൽ കൂടി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഏരിയയാണ് മത്സ്യത്തൊഴിലാളി മേഖല. അവിടെ കൂടി നമുക്ക് അത്തരം പട്ടയങ്ങൾ നമുക്ക് കൊണ്ടുവരാം. കാരണം അവർ ഇതിനു വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ പോകുമ്പോൾ മറ്റെന്തെങ്കിലും ഭൂമി വെച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പട്ടയമില്ല എന്നുള്ള കാര്യം കൊണ്ട് തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 മേഖലയിൽ നമുക്ക് ഈ 1 ഇയറോട് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാകും. SC/ST അതുപോലെ കോസ്റ്റൽ ബെൽറ്റിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിൽ. അപ്പോൾ ഈ ഒരു കാര്യം അതുകൊണ്ട് മറ്റു പട്ടയങ്ങളൊന്നും താല്പര്യമില്ല. മറ്റു പട്ടയങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യണം, നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇതിനൊരു പ്രയോറിറ്റി കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഇത്തരത്തിൽ കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലാൻഡുമായി നിങ്ങൾക്കറിയാം, ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ഏതാണ്ട് 839 വില്ലേജുകളിൽ നമുക്ക് ഫസ്റ്റ് ഫേസായിട്ട് നമ്മൾ ആരംഭിച്ചെങ്കിലും 200-220 വില്ലേജുകളിലാണ് അതിൻ്റെ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. ബാക്കിയെല്ലാം പൈപ്പ് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതും കൂടി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഡിജിറ്റൽ സർവേ എല്ലാവരും അതിനകത്ത് വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പരാതികൾ അതുപോലെയുണ്ട്. 1 ലക്ഷത്തോളം പരാതികൾ ഡിജിറ്റൽ സർവേയുമായിട്ട് ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് സർവേ ഡയറക്ടർ എൻ്റെ അടുത്ത് പറയുന്നത്. ഇന്നലെ അദ്ദേഹം കാസർഗോഡ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 48,000 പരാതികൾ പരിഹരിച്ചു. ഇനിയുള്ള 52,000 പരാതികൾ നമുക്ക് ഈ ഒരു 100 ദിവസത്തിനകം പരിഹരിക്കാം എന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. അതും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സർവേ ഉദ്യോഗസ്ഥന്മാരെ കൂടെ കാണും, ഡിജിറ്റൽ സർവേക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഇവിടെ കാണും. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് കിട്ടുന്ന പരാതികൾ നിങ്ങൾ തീർപ്പാക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് തീർപ്പായി കഴിഞ്ഞ് ഒരിക്കലും പരാതി അവസാനിക്കില്ല.
പരാതിക്കാരൻ്റെ പരമാവധി അവർക്ക് അനുകൂലം എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു പരിധി വരെയെങ്കിൽ നമ്മൾ പരിഹരിച്ചു എന്നുള്ള 52,000 പരാതികൾ നമ്മൾ നോക്കി കൺസിഡർ ചെയ്തു, റിജക്റ്റ് ചെയ്തു, തീർന്നു. ആ ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പരമാവധി അവർക്ക് ലഭ്യമാകേണ്ടത് ലഭിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ആ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കണം നമ്മളിത് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട പരാതികൾ, ഞാൻ ഇന്നലെ കാസർഗോഡ് എന്നപ്പോഴും ഇന്ന് കണ്ണൂർ രാവിലെ വന്നു കഴിഞ്ഞപ്പോഴും ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികളായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിനകത്ത് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം കൂടി നമുക്ക് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് അമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. താങ്ക് യു സർ. സർ, ബിഫോർ തുടങ്ങുന്നതിന് മുമ്പ് സർ, നമ്മളിന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ഓഫീസേഴ്സ് ആണ്. RDO, കളക്ടർ ഉൾപ്പെടെ, സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ എല്ലാ ഓഫീസേഴ്സ് ആണ്. ലാൻഡ് ഓഫീസറാണ്. മറ്റു 3 താലൂക്കുകളും വരുന്നത് സർ. ഇതാണ് റവന്യൂ വകുപ്പിലെ ഓഫീസുകാരാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. 133 വില്ലേജുകളാണ് 5 താലൂക്കുകളിലായിട്ട് നമുക്കുള്ളത്. അതിനോടൊപ്പം തന്നെ 18ഓളം സ്പെഷ്യൽ ഓഫീസർ. ഗ്രൂപ്പ് വില്ലേജുകളുണ്ടോ? ഇല്ല, 113 സെപ്പറേറ്റ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ 15 വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ചർച്ചകളിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർ, പട്ടയ വിതരണം മുതൽ ഡിജിറ്റൽ സർവേ, സ്മാർട്ട് വില്ലേജിൽ ദുരന്ത നിവാരണം മുതലായിട്ടുള്ള 15 വിഷയങ്ങളാണ്. ആദ്യ വിഷയം ഭൂമി പതിവ് നടപടികളാണ്. സർ, ജില്ലയിൽ അർഹരായിട്ടുള്ള എല്ലാവർക്കും പട്ടയ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുരോഗതി പരിശോധിക്കുമ്പോൾ 2022 മുതൽ ജില്ലയിൽ ആകെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 20,054 പട്ടയങ്ങളാണ്. 22 മുതൽ അല്ലേ? അതിൽ തന്നെ ദേവസ്വം ലാൻഡ് ട്രിബ്യൂണലാണ് ഏറ്റവും കൂടുതൽ പെനൽറ്റി ഉള്ള ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ. 3 ലാൻഡ് ട്രിബ്യൂണലാണ് 3 ലാൻഡ് അല്ലേ? അതെ. കൂത്തുപറമ്പ് പയ്യന്നൂർ കിട്ടി. അപ്പോൾ കൂത്തുപറമ്പ് ഒന്ന് അതിന്റെ ഏത് വർഷം മുതൽ പെൻഡിങ് ഉണ്ടെന്ന് കൂടി പറയോ തസർമാർ ചോദിക്കാം. ഡിസ്കസ് ചെയ്തങ്ങ് പോയതും പിന്നെ തിരിച്ചു വരേണ്ടത്. LT കൂത്തുപറമ്പ് കുറച്ച് ആളുകളുണ്ട്. അവർക്ക് 19 വർഷമായിട്ട് ഒരു രേഖകളില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. അത് സ്വകാര്യ ജന്മത്തിൽ ഉള്ള ലാൻഡാണ്. അത് 115 അപേക്ഷകൾ നമ്മൾ സർവേഡ് ലാൻഡ് തന്നെ അല്ലേ? സർ, സർവേഡ് ലാൻഡ് തന്നെ, സർവേ ചെയ്ത ലാൻഡ് തന്നെ, സർവേ ലാൻഡാണ് സർ. ജന്മി ലാൻഡ്.